നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം അത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബർത്ത്ഡേ ആരുടെയാണെന്നല്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ആണ് കേട്ടോ. എൻ്റെ മോളും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും തമ്മിലൊരു 3 മാസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വർക്കിൻ്റെ ആയതുകൊണ്ട് ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിന്നൊരു സൺഡേ ഈവനിങ് പോവാണ്. അപ്പോൾ ഞാൻ നേരെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് കയറിയതാണ്. ഞാൻ നോക്കുന്നത് ഫ്രോക്ക് ഐറ്റംസ് ആണ് കേട്ടോ. പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി അടിപൊളിയാണല്ലോ, ഭയങ്കര കൺഫ്യൂഷനാണ്. ഫ്രോക്ക് നോക്കി എനിക്ക് അതിൽ നിന്ന് ഒരെണ്ണം ഇഷ്ടമായി. ഞാൻ കൊണ്ടുവന്ന് ഇക്കാനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇക്കാക പറയാണ്, കൂടുതലും ഫ്രോക്ക് ഐറ്റംസ് അല്ലേ, നീ വേറെ എന്തെങ്കിലും വെറൈറ്റി പിടിക്കുക, നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പൊക്കെ നോക്ക്, ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ, ഹയാസിനെ കൂട്ടൊന്നുമല്ലല്ലോ എന്ന്. എനിക്കിത് ഈ ഒരു ഫ്രോക്കാണ്ട് ഇഷ്ടമായത്, അടിപൊളിയായിരുന്നു. പക്ഷേ ഇക്കാക പറഞ്ഞാൽ അത് എപ്പോഴും കംഫർട്ട് അല്ല എന്ന് പറഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു വെസ്റ്റേൺ വെയർ കണ്ടപ്പോൾ ഇത് ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാൻ ഭംഗി നോക്കിയിട്ടാണ് എപ്പോഴും ഡ്രസ്സ് എടുക്കാറുള്ളത്, പക്ഷേ ഇക്കാക്ക് കംഫർട്ടും ക്വാളിറ്റി ഒക്കെ ഉണ്ടോ നോക്കുന്നത്. റേറ്റ് നോക്കിയപ്പോൾ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അങ്ങനെ എന്തായാലും ഇനി ഇക്കാക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് ഓർത്തിട്ട് ഇത് തന്നെ അങ്ങ് ലാസ്റ്റ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഒരു ബോയും കൂടി വാങ്ങി ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അവിടെ നിന്ന് തന്നെ ഈ ഒരു കിഡ് സെക്ഷനിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര അധികം വെറൈറ്റിയും ഓരോ കളേഴ്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണ് മഞ്ഞളിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പെരുമ്പാവൂർക്കാണ് പോകേണ്ടത്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ബർത്ത്ഡേക്കാരുടെ അടുത്ത് വന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് കേട്ടോ, റൂഹി എന്നാണ്. റൂഹി മോൾക്ക് അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഹംനയുടെ താഴെ എഴഞ്ഞ് നടന്ന് ഓരോ സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് എന്തൊക്കെ പെറുക്കി വായിലിടാന്നൊക്കെ നോക്കുന്നുണ്ട്. ഹയാസ് ഇവിടെ തകൃതിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ മൂത്ത മോനുണ്ട്, അവൻ കിടന്ന് ഉറങ്ങണമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ അവൻ്റെ ഉറക്കം ഒന്ന് സെറ്റായിട്ട് എണീപ്പിക്കാമെന്ന് ഓർത്തിട്ട് നമ്മളപ്പോൾ തന്നെ വിളിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഏരിയ അടുക്കളയിലേക്ക് വന്ന് ഇക്കാക്കും ചെറിയ തൊണ്ടടപ്പും ചുമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവൾ വേഗം ചുക്കാപ്പിയാണ് കേട്ടോ വെച്ച് തന്നത്. അടിപൊളിയായിരുന്നു. ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ഗോഷ്ടിയൊക്കെ കണ്ടിട്ട് ഇതെന്തുവാ കാണിക്കണേന്നുള്ള മട്ടിലാണ് റൂഹി എൻ്റെ അടുത്ത് ഇരിക്കണേ കേട്ടോ. പിന്നെ ദേ ഒരു തീപ്പോയുടെ ഇരുവശത്ത് റൂഹി ഹംനയും കൂടി നിന്നിട്ട് കളിക്കുന്നുണ്ട്. ഹയാസ് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. ഹയാസിന് അയിനൂനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം എന്നുണ്ട്. പിന്നെ അവൻ്റെ ഒന്ന് ഉറക്കം സെറ്റാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീപ്പിക്കാണ്ട് ഇങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ ചുക്കാപ്പി കുടിച്ച് കുറച്ച് നേരം അധികം വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഹയാസിന് പരാതി, ഹയാസിനൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് അവൻ പറയണേ കേട്ടോ. അപ്പോൾ എനിക്കൊന്നും തരണില്ല എന്നാണ് അവൻ ഈ ചോദിക്കണത്. പിന്നെ അപ്പോഴേക്കും അവനിക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ചു കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാണ്. ഇവളെൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ 2 ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. പിന്നെ ദേ റൂഹി ഹംന ഇവിടെ വണ്ടിയിൽ കയറിയിരുന്ന് അവളുടെ ഹസ്ബൻഡും മദറിലൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. എല്ലാവരും കൂടി നല്ല കമ്പനിയായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അപ്പോഴേക്കും എന്താ അവളുടെ മോനെ എഴുന്നേറ്റിട്ടോ. പിന്നെ 2 പേരും കൂടിയായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കലും ഓരോരോ കളിയും അവസാനം തല്ലുപിടുത്തവും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കോംപ്രമൈസ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ കോൺ അവൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട, ചപ്പാത്തി, ചില്ലി ചിക്കൻ, ഓറഞ്ച് ജ്യൂസ്, പിന്നെ കട്ടൻ ചായ, അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി 2 സെറ്റായിട്ടിരുന്നാണ്ടോ ഫുഡ് കഴിച്ചത്. ആദ്യം മിക്കാക്കയും പിള്ളേരൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് ഉഷാറായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടോ. അന്ന് ഞങ്ങൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ഓടി വരും. എന്നിട്ട് അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങാണ്ടാവുമ്പോൾ അവൾ എടുത്തിട്ട് കരയണ എനിക്ക് കാണുന്നത്. അങ്ങനെ എല്ലാ പരിപാടിയും ഇങ്ങനെ ഒരു 10-10 ആയപ്പോൾ നമ്മളവിടെ ടാറ്റാ ബൈ ബൈ സീ യു പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.